بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഏത് സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് സർവശക്തനായ അല്ലാഹു തആല. ഈ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾ അവർക്ക് സ്വർഗപ്രവേശനത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തി തന്നിട്ടാണ് ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിങ്കലേക്ക് യാത്രയായത്. നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ സംസ്കാരങ്ങളിലും നമ്മുടെ സംസാരങ്ങളിലും ഇബാദത്തുകളിലുമെല്ലാം നാം ആഗ്രഹിക്കുന്നതും അള്ളാഹുവിൻ്റെ പരലോകത്ത് നമുക്ക് സ്വർഗം ലഭിക്കാനാണ്. ഈ വിഷയവുമായി അവിടുന്ന് ഏറെ ഗൗരവത്തോടുകൂടി ഈ സമൂഹത്തെ ഉണർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് എൻ്റെ സ്നേഹിതന്മാരോട് ഇന്നെനിക്ക് ഉപദേശിക്കാനുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ
അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തദ്ഖുലൂനൽ ജന്ന ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു അവലാ അദുല്ലുകും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ശുസ് സലാമ ബൈനക്കും. അവിടുന്ന് പറയുന്നു, ലാ തദ്ഖുലൂനൽ ജന്ന, മുഅ്മിനാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഏതുവരെ? ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ. കൃത്യമായ മുഅ്മിനായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് വരെ ഒരാളും സ്വർഗീയ ലോകത്ത് പ്രവേശിക്കില്ല. എന്നാൽ ആ വിശ്വാസം ലഭിക്കണമെങ്കിലോ വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, പരസ്പരം നിങ്ങൾ ഏറ്റവും നന്നായ നിലക്ക് ഹുബ്ബുണ്ടാകുന്നുവോ, ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന പരസ്പര വിശ്വാസമുള്ള സ്നേഹം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് വരെ നിങ്ങളാരും വിശ്വാസികളുമായി തീരുന്നില്ല. അവല അതുല്ലുക്കും, സത്യവിശ്വാസികളെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അലാ ഷൈഇൻ, ഒരു കാര്യത്തെക്കുറിച്ച്, ഇദാ ഫഅൽതുമൂഹു, അത് നിങ്ങളിൽ പരസ്പരം ഉണ്ടാകുമ്പോൾ, നിങ്ങളിൽ അത് ചെയ്യുമ്പോൾ, തഹാബബ്തും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ആരും തന്നെ വിശ്വാസിയാകാതെ സ്വർഗത്തിലെത്തില്ല. പരസ്പരം സ്നേഹിക്കാതെ വിശ്വാസികളാകില്ല. പരസ്പരം നിങ്ങൾക്ക് സ്നേഹം നിലനിർത്താൻ ഉതകുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കണേ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സലാം പറയുന്നതിൻ്റെ, അത് മടക്കുന്നതിൻ്റെ ഒട്ടനവധി മര്യാദകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഞാൻ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നില്ല. ഏതായിരുന്നാലും അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം പറയണം. അത് തന്നെ സലാം പറയുന്ന വ്യക്തിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ മുസാഫഹത്ത് നടത്തി, അവന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ സലാം പറയാനും മടക്കാനും, ഇങ്ങോട്ട് പറഞ്ഞാൽ അതിനേക്കാൾ അധികമായിട്ട് അങ്ങോട്ട് കൊടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ അത്ര തന്നെയെങ്കിലും കൊടുത്തുകൊണ്ട് സലാം വ്യാപിപ്പിക്കാനും അത് പറയാനും അത് മടക്കാനും നിങ്ങൾ മടി കാണിക്കരുതേ. ആ സലാമിലൂടെയാണ് പരസ്പരമുള്ള സ്നേഹങ്ങൾ ഉണ്ടാകുന്നത്. ആ സ്നേഹത്തിലൂടെയാണ് നിങ്ങൾക്ക് വിശ്വാസം വരുന്നത്. ആ വിശ്വാസം കൊണ്ട് മാത്രമാണ് നിങ്ങൾ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പരസ്പരമുള്ള സ്നേഹം, ഒരാളോടും ദേഷ്യമില്ലാതെ, ഒരാളോടും പകയില്ലാതെ എല്ലാവരുമായിട്ടുള്ള വിശ്വാസികൾ പരസ്പരമുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതും നമ്മൾക്ക് സ്വർഗം ലഭിക്കുന്നതും. എന്നാൽ ഇന്ന് ആ സ്നേഹം ഇസ്ലാമിന്റെ പേരിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. ആളുകൾ തമ്മിൽ ഇന്ന് സ്നേഹിക്കുന്നു പണത്തിന് വേണ്ടിയാണ്. അധികാരമുള്ളവനോടുള്ള സ്നേഹം കഴിവുള്ളവനോടും സ്വാധീനമുള്ളവനോടും ഏതെങ്കിലും തരത്തിൽ ദുനിയാവിൽ ചില്ലറ ഒരു ലാഭം ലഭിക്കുമ്പോൾ അവനെ സ്നേഹിക്കാനും അവന്റെ കൂടെ കൂട്ടുകൂടാനും അവനോടൊപ്പം കൂടാനും ഇന്നെമ്പാടും ആളുകളുണ്ട്. പണമില്ലേ, കഴിവില്ലേ, പണം നഷ്ടപ്പെട്ടു പോകുമോ? സ്വന്തം ബാപ്പയോടുള്ള സ്നേഹത്തിന് പോലും, മക്കൾക്ക് പോലും അതിന്നില്ലാതെയായിരിക്കുന്നു. അല്ലേ? കുടുംബക്കാരെ സ്നേഹിക്കുന്നത് പണത്തിന് വേണ്ടിയാ, അയൽക്കാരെ സ്നേഹിക്കുന്നത് പണത്തിന് വേണ്ടിയാ. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നമ്മൾ ഇന്നലത്തെ പത്രങ്ങളിലും നമ്മൾ വായിച്ചതാണ്, ഒരു ബാപ്പയുടെ സ്വത്ത് അതല്ലെങ്കിൽ മക്കളായ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിട്ട് സ്വന്തം വളർത്തിയ ബാപ്പയെയാണ് രണ്ട് മക്കളും കുടുംബക്കാരുടെ സഹായത്തോടുകൂടി ബാപ്പയെ കൊല ചെയ്തത്. ആ മക്കൾ ബാപ്പയെ കൊന്നുകളയുകയാണ്. എന്തിന്റെ പേരിലാ? വളർത്തിയ ബാപ്പയെ കൊല്ലാൻ ഈ മക്കൾക്ക് പ്രേരണ നൽകിയത് ബാപ്പയുടെ സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയാണ്.
പണത്തിന്റെ സമീപത്ത് ബാപ്പക്ക് പോലും വിലയില്ലെന്ന്, ഉമ്മക്ക് പോലും വിലയില്ലെന്ന്, ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്, ബാപ്പയെ അടിച്ചോടിക്കുന്നത്, കുടുംബക്കാർ തമ്മിൽ വഴക്കിടുന്നത്, കാലങ്ങളോളം പലരോടും കാണുമ്പോഴും മുഖം തിരിക്കുന്നത് എല്ലാം ഈ ദുനിയാവിന്റെ പേരില. കാരണം ആളുകൾക്ക് ഇന്ന് സ്നേഹത്തിന്റെ വില പണത്തിന്റെയും കഴിവിന്റെയും അധികാരത്തിന്റെയും സ്വാധീനത്തിന്റെയും ദുനിയാവിന്റെ ലാഭങ്ങൾക്കനുസരിച്ചാണ് ഇന്ന് ആളുകൾ സ്നേഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളത് പാടില്ല, നമുക്കത് യോജിച്ചതല്ല. നാം സ്നേഹിക്കേണ്ടത് ആദർശത്തിന്റെ പേരിലായിരിക്കണം. മുവഹ്ഹിദായ, ആദർശമുള്ള, തൗഹീദുള്ള, ദീനുള്ള ഒരു മനുഷ്യനെയായിരിക്കണം നാം സ്നേഹിക്കേണ്ടത്. അവനോടൊപ്പമായിരിക്കണം നമ്മൾ കൂട്ടുകൂടേണ്ടത്. അവർക്കാണ് അള്ളാഹുവിന്റെ പരലോകത്തും അതല്ല അതിനു മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നത് അത്തരം ആളുകൾക്കാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല പറയുമത്രേ, ഐനൽ മുതഹാബ്ബൂന ബിജലാലി അൽ യൗമ ഉളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുന്നത്. എന്താണ് അല്ലാഹ് പറയുന്നത്? ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മഹത്വം കൊണ്ട് പരസ്പരം സ്നേഹിച്ച ആളുകൾ എവിടെ? പണത്തിന് വേണ്ടി സ്നേഹിച്ചവരല്ല, അതല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി സ്നേഹിച്ചവരല്ല, മറിച്ച് ഇവർ സ്നേഹിച്ചത് ഒരു മുത്തഖിയായ മനുഷ്യനെയാണ്, തൗഹീദുള്ള മനുഷ്യനെയാണ്, ആദർശമുള്ള മനുഷ്യനെയാണ്. ആ സദസ്സിലാണ് അവൻ പോകുന്നത്, ആ സദസ്സിലാണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെ പരസ്പരം ആദർശത്തിന് വേണ്ടി സ്നേഹിച്ച ആളുകളെ അല്ലാഹ് വിളിച്ചു പറയുന്നു, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ മഹത്വം കൊണ്ട് പരസ്പരം സ്നേഹിച്ച ആളുകളൊക്കെ എവിടെ? എന്തിനാണെന്ന് പറയുന്നത്? അൽ യൗമ ഉളില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി, എന്റെ തണലല്ലാത്ത ഒരു തണലും ഇന്നൊരാൾക്കുമില്ല, എന്റെ തണൽ മാത്രമേയുള്ളൂ. ആ ദിവസം എന്റെ തണലല്ലാത്ത ഒരു തണലും ഇല്ലാത്ത ഈ ദിവസത്തിൽ ഞാൻ പ്രത്യേകമായ നിലയ്ക്ക് ഈ ആളുകൾക്ക് തണൽ വിരിച്ചു കൊടുക്കുകയാണ്. നമ്മൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഖുതുബയിലൂടെ പോലും നമ്മൾ കേട്ടതാണ് നരകത്തിന്റെ കഠിനമായ ചൂട്. അതിങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോ, ആ നരകത്തെ കണ്ണുകൊണ്ട് കാണുമ്പോ നമ്മുടെയൊക്കെ തലയിൽ, മനുഷ്യന്റെ തലയിൽ ഒരു സുറുമക്കോലി വെച്ചാൽ, ഒരു തീപ്പെട്ടിക്കൊള്ളി വെച്ചാൽ എത്രയേ അകലമുണ്ടാവുകയുള്ളൂ. അത്രയും അടുത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന സൂര്യൻ, ഏതാണ് ആ സൂര്യൻ? ഇന്നെങ്ങാനും സൂര്യൻ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരിഞ്ച് താഴേക്ക് വന്നാൽ ഭൂമി ലോകത്തൊരു ജീവികൾ പോലും ഇവിടെ ചത്തുപോകാതെ, നശിച്ചു തീരാതെ, മരിച്ചു തീരാതെ ഒരാളും ബാക്കിയുണ്ടാവുകയില്ല. ഒരിഞ്ചെങ്ങാനും താണുപോയാൽ, ഇന്ന് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് സൂര്യനെങ്ങാനും ഒരല്പം ഒരിഞ്ച് ഉയർന്നു പോയാൽ ഈ ലോകത്ത് തണുത്ത് വിറച്ചുകൊണ്ട് ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല, എല്ലാവരും നശിച്ചു പോകും. ആ സൂര്യനാണ്, എത്രയോ ദൂരെയുള്ള സൂര്യൻ നമ്മുടെയൊക്കെ തലയിൽ ഒരു സുറുമക്കോലി വെച്ചാൽ എത്ര ദൂരെ ഉണ്ടാകുകയുള്ളൂ. ആ ദൂരത്ത് നിന്ന്, അത്രയും സമീപത്ത് നിന്ന് കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ വിചാരണയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോ കാലിന്റെ നെരിയാണി വരെയും, മുട്ടുവരെയും, അരഭാഗം വരെയും, നെഞ്ചുവരെയും, കഴുത്തിന്റെ ഭാഗം വരെയും ഒക്കെ നാറുന്ന വിയർപ്പിന്റെ വെള്ളത്തിൽ മുങ്ങുന്ന മനുഷ്യൻ അവന്റേതായ ചെയ്ത പാതകങ്ങൾക്കനുസരിച്ച് ആ സമയത്താണ് അല്ലാഹ് പറയുന്നത്, ഒരാൾക്കും ഇന്ന് ഞാൻ തണൽ കൊടുക്കില്ല, ഒരാൾക്കും തണലില്ല, എല്ലാവർക്കും ചൂട് തന്നെ. ഈ ദിവസം ഞാൻ തണൽ കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സ്നേഹിച്ച ആളുകളാ, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ച ആളുകളാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്നേഹമുണ്ടാകേണ്ടതും ഈ റബ്ബിന്റെ മാർഗത്തിലായിരിക്കണം, അള്ളാഹനെ വിചാരിച്ചായിരിക്കണം ഒരാളെ നാം സ്നേഹിക്കേണ്ടത്. കാരണം അള്ളാഹ് പറഞ്ഞില്ലേ, വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ വൽ മുതജാലിസീന ഫിയ വൽ മുതസാവിരീന ഫിയ വൽ മുതബാദിലീന ഫിയ. എന്റെ സ്നേഹം ഈ ദുനിയാവിൽ ലഭിക്കുന്നതും ചില ആളുകൾക്ക് മാത്രമാണ്. ആർക്കാണ് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുന്നത്? പടച്ച റബ്ബിന് വേണ്ടി സ്നേഹിച്ച ആളുകൾക്ക് വേണ്ടി മാത്രം. പണത്തിന് വേണ്ടി സ്നേഹിച്ചവർക്കില്ലേ ഇത്? അതല്ലെങ്കിൽ
അവനോട് കുറെ ഉപകാരങ്ങൾ ചെയ്തു, അതുകൊണ്ട് അവനെ സ്നേഹിക്കണം. ആ സ്നേഹത്തിനും അള്ളാന്റെ അടുക്കൽ വിലയില്ല. മറിച്ച് എന്തിനു സ്നേഹിക്കും നമ്മൾ? ആ മനുഷ്യൻ നല്ല ഒരു മനുഷ്യനാണ്, ദീനുള്ളവനാണ്. ആ സെന്റർ, ആ പള്ളി, ആ പരിസരം, ആ ഓഫീസ്, ഇതൊക്കെ ദീനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിരിക്കട്ടെ, അവനോട് സംസാരിക്കട്ടെ, അവന്റെ വീട്ടിലേക്ക് പോകട്ടെ, അവനെ സ്നേഹിക്കട്ടെ, അവനോട് കൂട്ടുകൂടട്ടെ. ഇത് ചെയ്താൽ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നത് അള്ളയാണ്. 7 ആകാശത്തിനപ്പുറത്ത് നിന്നുള്ള അള്ളയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. പരസ്പരം റബ്ബിന് വേണ്ടി സ്നേഹിച്ച ആളുകൾ. വൽ മുതജാലിസീന ഫിയ, എനിക്ക് വേണ്ടി ഇരുന്നവർ, അഥവാ അള്ള പറയുന്നു എനിക്ക് വേണ്ടി ഇരുന്നവർ. അള്ളാഹ്ക്ക് വേണ്ടിയിരിക്കുന്ന ഇൽമിന്റെ സദസ്സുകൾ ഇന്ന് ആളുകൾ കുറവാണ്. ദുനിയാവിന്റെ സദസ്സിലാണെങ്കിൽ അത് ടിക്കറ്റ് എടുത്തു പോലും ആളുകൾ ദിവസങ്ങൾക്ക് മുമ്പേ അത് ഉറപ്പിച്ചു വെക്കുന്നു, അവൻ്റെതായ ഇരിപ്പിടം ഉറപ്പിച്ചു വെക്കുന്നു. ഏത് മാളുകളിലും ഏത് സെന്ററുകളിലും ഓഫറുകൾ കാണുമ്പോൾ അതിന്റെ കാർഡുകളും ബുക്കുകളും ആഴ്ചകൾക്ക് മുമ്പേ കരസ്ഥമാക്കി അങ്ങോട്ട് കുതിക്കുന്നു ആളുകൾ. എല്ലാം ദുനിയാവിന് വേണ്ടി ഇരിക്കുന്നു, ദുനിയാവിന് വേണ്ടി പോകുന്നു. പക്ഷെ അള്ള പറയുന്നു എനിക്ക് വേണ്ടി, എന്റെ ദീനിന് വേണ്ടി ഒരിടത്തിരുന്നാൽ അവനോടാണ് എനിക്ക് സ്നേഹമുണ്ടാകുന്നത്. വൽ മുതസാവിരീന ഫിയ, എനിക്ക് വേണ്ടി സന്ദർശിക്കുന്നവർ. അത് കുടുംബമാകണമെന്നില്ല, അയൽവക്കത്താകണമെന്നില്ല, എവിടെയാകട്ടെ. അതവന്റെ ഷോപ്പിൽ പോയാണെങ്കിലും അവന്റെ റൂമിൽ പോയാണെങ്കിലും അത് നടുറോഡിൽ വെച്ചാണെങ്കിലും എവിടെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമായ മനുഷ്യനെ അതെവിടെ വെച്ചാണോ അവനെ സന്ദർശിക്കാൻ കഴിയുന്നത് അങ്ങോട്ടേക്ക് പോയിട്ട് ആ മനുഷ്യനെ സന്ദർശിക്കുകയാണെങ്കിൽ അള്ള പറയുന്നു വജബത് മഹബ്ബതി, ആ മനുഷ്യനും എന്റെ സ്നേഹം ലഭിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ആളുകൾക്ക് അള്ള നൽകുകയാണ്. അള്ള പറഞ്ഞില്ല, അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ, അൽ ഹുബ്ബു ലില്ലാഹ് വൽ ബുഗ്ദു ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം വെറുക്കുന്നു. ഇവിടെയായിരിക്കണം നമ്മൾ സമീപനം സ്വീകരിക്കേണ്ടത്. നമ്മുടെ നിലപാടും ഇതായിരിക്കണം. നാം ആലോചിക്കുക, നാമൊക്കെ ആളുകളെ സ്നേഹിക്കുന്നത് ഇതിന്റെ പേരിലാണോ? അള്ളാഹിന്റെ സ്നേഹം കിട്ടുമോ? പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുമോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, 7 ആളുകൾക്ക് പടച്ച റബ്ബിന്റെ തണൽ ലഭിക്കും പരലോകത്ത്. ആ 7 ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ എണ്ണുമ്പോ നീതിമാനായ നേതാവും, യൗവന പ്രായം ഇബാദത്തിൽ മുഴുകുന്ന യുവാവും, അതേപോലെ പള്ളിയുമായി കൽബിനെ ബന്ധിച്ച ഒരു മനുഷ്യനും, അതേപോലെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു വറജുലാനി, 2 ആളുകൾ തഹാബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, 2 ആളുകൾക്കും അർശിന്റെ തണൽ ലഭിക്കുകയാണ്. ആരാണവർ? വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അവർ അള്ളാഹ്ക്ക് വേണ്ടിയാണ് പരസ്പരം സ്നേഹിച്ചത്. അതേപോലെ തന്നെ ഇജ്തമഅ അലൈഹി, ആ റബ്ബിന് വേണ്ടിയാണ് അവർ ഒരുമിച്ച് കൂടിയതും. അതേപോലെ തന്നെ വതഫറഖ അലൈഹി, അള്ളാഹ്ക്ക് വേണ്ടിയാണ് അവർ പരസ്പരം പിരിയേണ്ടി വരുമ്പോ അവർ പിരിയുന്നതും. അഥവാ റബ്ബിന് വേണ്ടി സ്നേഹിക്കുന്ന ആളുകൾ, റബ്ബിന് വേണ്ടി പിരിയുന്ന ആളുകൾ, ഈ ആളുകൾക്ക് പടച്ച റബ്ബിന്റെ പരലോകത്ത് പ്രത്യേകമായ തണൽ ലഭിക്കുകയാണ്. ആരെ സ്നേഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എവിടേക്ക് തന്നെ യാത്ര പോവുകയാണെങ്കിലും ആ സമയത്ത് ഭൂമി ലോകത്ത് ഒരു മലക്ക് ഇറങ്ങി വന്നിട്ട്, അള്ളാഹുവിന്റെ മലക്ക് ഇറങ്ങി വന്നിട്ട് ഇവരോട് പറയും, മനുഷ്യ ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു തആല ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു ഫീ, നീ ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ അള്ള നിന്നെയും ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണ് എന്ന് ഒരു മലക്കിറങ്ങി വന്ന് പറയുന്നു. അഥവാ ഒരു മുസ്ലിമായ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട്, പടച്ചറബിന് വേണ്ടി സ്നേഹിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യരിലേക്ക് നാം യാത്ര പോകുമ്പോൾ പടച്ചറബിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായങ്ങളും സന്തോഷവാർത്തകളും സമ്മാനങ്ങളുമാണ് നമ്മൾ ഈ കേട്ടതൊക്കെ. അതുകൊണ്ട് നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ സ്വജീവിതത്തിലേക്ക്. ഇന്ന് ആളുകൾ എന്തിനു വേണ്ടി സ്നേഹിക്കുന്നു? പടച്ചറബ് പറഞ്ഞ സ്നേഹം എവിടെ? ആളുകൾ കാണുന്ന സ്നേഹം എവിടെ? ഇന്ന് ഈ സ്നേഹമല്ല ഈ ദുനിയാവിൽ കാണുന്നത്. എന്തും ദുനിയാവിൽ തനിക്കെന്ത് ലാഭം കിട്ടും, തനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടും, തനിക്കെന്ത് നേട്ടം കിട്ടും, ഇത് ചിന്തിച്ചുകൊണ്ടാണ് ആളുകളെ സ്നേഹിക്കുന്നതും ആളുകളെ വെറുക്കുന്നതും. അതുകൊണ്ടാണ്
പാവപ്പെട്ടവനെ സ്നേഹിക്കാൻ ഇന്ന് ആളുകളില്ല. സ്വാധീനമില്ലാത്തവരെ സ്നേഹിക്കാൻ ഇന്ന് ആളുകളെ കാണുന്നില്ല. അവൻ മുത്തഖിയായ തഖ്വയുള്ള ഇബാദത്തിൽ മുഴുകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പോലും ആളുകൾക്കിടയിൽ ഇന്നവന് വിലയില്ല. നമ്മുടെയൊക്കെ നാടുകളിൽ അത് പള്ളിയുടെ പോലും സെക്രട്ടറിയോ പ്രസിഡന്റോ അതേത് ഉത്തരവാദിത്തപ്പെട്ട ഉന്നതിയിൽ നിൽക്കുന്ന സമൂഹത്തിലെ മുസ്ലിമീങ്ങൾക്ക് പോലും അമീറുമാരായിട്ട് അറിയപ്പെടുന്നവർ പോലും പലപ്പോഴും തഖ്വയെക്കുറിച്ചോ ഇബാദത്തിനെ കുറിച്ചോ ദീനീപരമായ കാര്യങ്ങളെക്കുറിച്ചോ അറിവോ താല്പര്യമോ ഇല്ലാത്തവരാണ് ഭൂരിഭാഗം ആളുകളും. എന്നിട്ടും എന്തേ ഈ നേതൃസ്ഥാനത്തേക്ക് ഇവരെത്തുന്നു? കഴിവിന്റെ കാരണത്താൽ, സ്വാധീനത്തിന്റെ കാരണത്താൽ, അധികാരത്തിന്റെ, ഫലത്തിന്റെ, പണത്തിന്റെ കാരണത്താൽ ഇവരെ സ്നേഹിക്കാനും ഇവരെ നേതാവാക്കാനും ഇവരെ സന്ദർശിക്കാനുമാണ് ഇന്ന് ആളുകൾക്ക് താല്പര്യം. മറിച്ച് ദീനിന് വേണ്ടിയിട്ട് ഒരാൾക്കും ഭൂരിഭാഗം ആളുകൾക്കും താല്പര്യം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാം ഒന്നാമതായിട്ട് അറിയേണ്ടത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു മാർഗത്തിലൂടെയായിരിക്കണം നാം സ്നേഹിക്കേണ്ടത്. ഇങ്ങനെ സ്നേഹിക്കണം, എങ്കിലേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. രണ്ടാമതോ, സ്നേഹിക്കുന്ന മനുഷ്യനെ ഈ വിഷയം നമ്മൾ അറിയിക്കണം. രണ്ടാമത് മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. ആരെയാണോ നാം സ്നേഹിക്കുന്നത് മനസ്സിൽ വെച്ച് നടന്നാൽ പോരാ, മറിച്ച് റസൂലുള്ളാഹി പറയുന്നു, ഇദാ അഹബ്ബ റജുലു അഖാഹു ഫൽയുഖ്ബിർഹു അന്നഹു യുഹിബ്ബ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദാ അഹബ്ബ റജുൽ, ഒരാൾ സ്നേഹിക്കുകയാണ് മറ്റൊരാളെ, അഖാഹു തന്റെ സഹോദരനെ, എങ്കിൽ ഫൽയുഖ്ബിർഹു, അവനെ അറിയിക്കണം, അന്നഹു യുഹിബ്ബു, ഇവനെ സ്നേഹിക്കുന്നുവെന്ന് ആ മനുഷ്യനെ അറിയിക്കേണ്ടതുണ്ട്. ആ സ്നേഹം അറിയിക്കേണ്ടതുണ്ട് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് അറിയിക്കണമെന്ന് പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. റസൂലുള്ളാഹിയുടെ സദസ്സിൽ വെച്ച് ഒരാൾ പറയാണ്, പ്രവാചകരെ, ഇതാ ഈ നടന്നു പോകുന്ന മനുഷ്യനെ, യാ റസൂലല്ലാഹ് ഇന്നി ലഉഹിബ്ബു ഹാദാ, അള്ളാഹിന്റെ റസൂലേ, ഈ നടന്നു പോകുന്ന മനുഷ്യനെ ഞാൻ സ്നേഹിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി തിരിച്ചു ചോദിക്കുന്നു, അഅലംത, നീ അവനെ അറിയിച്ചോ ഇക്കാര്യം? നീ അവനെ സ്നേഹിക്കുന്നുവെന്ന് ആ മനുഷ്യനെ നീ അറിയിച്ചോ? അതല്ല നിന്റെ മനസ്സിൽ മാത്രമേ ഈ സ്നേഹമുള്ളൂ? ഈ സ്വഹാബി പറഞ്ഞു, ഖാല ലാ, ഈ വ്യക്തി പറയാണ്, പ്രവാചകരെ, ഇല്ല, ഞാൻ അറിയിച്ചിട്ടില്ല, ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ആ സഹോദരനെ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അള്ളാഹിന്റെ മാർഗത്തിൽ തന്നെയാണ് ആ ഇഷ്ടം, എന്നാലും ഞാൻ ആ മനുഷ്യനെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ആ നേരത്തെ റസൂലുള്ളാഹി പറയുന്നു, അഅലംഹു, നീ അവനെ അറിയിക്കണം, നീ അവനെ അറിയിക്കണം ഈ വിഷയം. എന്നിട്ട് ഈ സ്വഹാബി ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഓടിപ്പോകുകയാണ്. ഫലഹിഖഹു, അവനെ കണ്ടുമുട്ടി, അവനോട് ചേർന്നു, എന്നിട്ട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഏ മനുഷ്യ, അള്ളാഹുവിന് വേണ്ടി പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ മനുഷ്യനോട് ഓടിപ്പോയിക്കൊണ്ട് പറയുകയാണ്. ആ നേരത്ത് ആ സ്വഹാബി പറയാണ് തിരിച്ചിങ്ങോട്ട്, ഫഖാല അഹബ്ബകല്ലാഹു അല്ലദീ അഹ്ബബ്തനീ ലഹ്, നീ എന്തിന്റെ വിഷയത്തിലാണോ എന്നെ സ്നേഹിക്കുന്നത്, അള്ളാഹിന്റെ വിഷയത്തിലല്ലേ, ആ അല്ലാഹു തആല താങ്കളെയും സ്നേഹിക്കട്ടെ എന്ന് ആ സ്വഹാബി തിരിച്ചിങ്ങോട്ടും പറയാണ്. അഥവാ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനോട് നമ്മൾ പറയണം, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന്. അത് കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചു പറയണം, ആരോടാണോ നമ്മളിത് പറഞ്ഞത് അവൻ നമ്മളോടോ, ഇനി ഒരാൾ നമ്മളോടാണ് ഇത് പറഞ്ഞതെങ്കിൽ നമ്മൾ തിരിച്ചങ്ങോട്ടോ പറയണം, എന്നെ അള്ളാഹിന്റെ മാർഗത്തിലാണ് നീ സ്നേഹിച്ചതെങ്കിൽ ആ അല്ലാഹു തആല നിന്നെയും സ്നേഹിക്കട്ടെ എന്ന് തിരിച്ചങ്ങോട്ട് പറയണം. എവിടെയും പ്രിയപ്പെട്ടവരെ, പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കാൻ അത് മനസ്സിൽ വെച്ച് നടന്നാൽ പോലും പോരാ, അതറിയിക്കണം, മക്കളെ അറിയിക്കണം. രക്ഷിതാക്കളെ മക്കളെ അറിയിക്കില്ല, അറിയിച്ചാൽ പരാജയപ്പെട്ടു പോകുമോ എന്ന പേടിയാണ്. അതേപോലെ തന്നെ ഭാര്യയെ ഭർത്താവ് അറിയിക്കുന്നില്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്, ഭർത്താവിനെ ഭാര്യ അറിയിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ തോറ്റുപോകുമോ, ഞാൻ താഴ്ന്നു പോകുമോ എന്നൊരു പേടിയാണ് സമൂഹത്തിലെ പല ആളുകൾക്കും. പ്രിയപ്പെട്ടവരെ, പാടില്ല. ഒരാളെ മനസ്സറിഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ വിഷയത്തിൽ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യനോട് പറയണം, അള്ളാഹുവിന്റെ വിഷയത്തിൽ
പടച്ചറപ്പിന്റെ കാര്യത്തിൽ എനിക്ക് താങ്കളെ വല്ലാത്ത ഇഷ്ടമാണ്. താങ്കളുടെ അടുത്തിരിക്കുമ്പോൾ ഒരുപാട് ഉപദേശങ്ങൾ ലഭിക്കുന്നു, ഒരുപാട് നന്മകൾ സമ്പാദിക്കാൻ കഴിയുന്നു. അതല്ല, ഞാൻ ചെയ്യുന്ന അബദ്ധങ്ങളെങ്കിലും ചെയ്യാതിരിക്കാൻ താങ്കളുടെ സമീപത്തുള്ള ഇരുത്തം, താങ്കളുടെ സ്ഥാപനത്തിൽ വന്നിട്ടുള്ള ഇരുത്തം, ദഅവാ സെന്ററിലെ ഇതേപോലെ തന്നെ പള്ളികളിലെ ഇൽമിന്റെ സദസ്സുകളിലെ ഈ ഇരുത്തം കൊണ്ട് ഒരുപാട് തെറ്റുകളിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടുന്നു എന്ന് പ്രിയപ്പെട്ടവരെ, ആർ കാരണത്താലാണോ നമുക്ക് നന്നാകാൻ കഴിയുന്നത് അവരോട് പറയണം നമ്മൾ. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്നേഹിതനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് പറയുന്നു, യാ മുആദേ വല്ലാഹ്, അല്ലാഹയാണ് സത്യം, ഇന്നി ലഉഹിബ്ബുക മുആദേ, എനിക്ക് താങ്കളെ വല്ലാത്ത ഇഷ്ടമാണ്, ഞാൻ താങ്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. മുആദേ, അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സ്നേഹിതനായതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ തഖൂൽ, ഒരു നമസ്കാരത്തിന്റെ ശേഷവും മുആദേ നീ പറയാൻ വിട്ടുപോകരുത്, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക് എന്ന്. പ്രിയപ്പെട്ട മുആദേ, ഒരു നമസ്കാര ശേഷവും നീ പറയാതെ വിട്ടുപോകല്ലേ എന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രാർത്ഥന കൂടി പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക് എന്ന പ്രാർത്ഥന ഒരു നമസ്കാര ശേഷവും നീ വിട്ടുപോകല്ലേ എന്ന് താൻ മുആദിനെ സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം കൊണ്ട് എനിക്ക് മുആദിനോട് പറയുന്ന ഒരു വസിയത്താണിത് എന്നും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. എത്രമാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുക അല്ലേ? ആ സ്നേഹം മനസ്സിൽ വെക്കലല്ല, ആളുകളോട് പ്രകടിപ്പിക്കാൻ കഴിയണം. ഒരാളെ കാണുമ്പോൾ ചിരിക്കാതെ സംസാരിക്കാതെ മാറിപ്പോകുന്ന മനുഷ്യൻ എന്ത് ചോദിക്കുമ്പോൾ പറയും, എനിക്കയാളോട് വെറുപ്പൊന്നുമില്ല, എനിക്കയാളോട് ദേഷ്യമൊന്നുമില്ല, എനിക്കിഷ്ടം തന്നെയാണ്. എന്തേ മനുഷ്യ നീ മിണ്ടാത്തത്? നിന്റെ മുഖം തിരിച്ചൽ കാണുമ്പോ, നീ മിണ്ടാതിരുന്നുകൊണ്ട് തിരിഞ്ഞു പോകുന്നത് കാണുമ്പോ ആളുകൾ മനസ്സിലാക്കുന്നു നിനക്കവനോട് സ്നേഹമില്ല, നിനക്കിവനോട് സ്നേഹമില്ല. ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും കുടുംബക്കാരും അയൽവാസികളും എല്ലാവരും ഉണ്ട് ഇതിൽ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നാം സ്നേഹം മനസ്സിനുള്ളിൽ ഒതുക്കി വെച്ചാൽ പോരാ, പറയണം, പ്രകടിപ്പിക്കണം, അറിയിക്കണം, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നുവെന്ന്. അത് കേൾക്കുമ്പോൾ തിരിച്ചു മറുപടിയും പറയണം, ഇതുപോലെ അല്ലാഹു തആല താങ്കളെയും സ്നേഹിക്കട്ടെ എന്ന്. നോക്കൂ നിങ്ങൾ, അബൂ ഇദ്രീസ് ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഡമസ്കസിലെ ഒരു പള്ളിയിൽ കയറുകയാണ്. അദ്ദേഹം ഡമസ്കസിലെ ഒരു പള്ളിയിൽ കയറിയപ്പോ അദ്ദേഹം കാണുകയാണ്, ജനങ്ങൾ മുഴുവനും ഒരു നല്ലൊരു മനുഷ്യന്റെ, സുന്ദരനായ നല്ല വസ്ത്രം ധരിച്ച ഒരു മനുഷ്യന്റെ സമീപത്ത് ചുറ്റും കൂടിയിരിക്കുന്നു. എല്ലാവരിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോ ആ മനുഷ്യന്റെ അടുത്തിരുന്നു കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ആ മനുഷ്യന്റെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്ന അഭിപ്രായം, തിരിച്ചു പറയുന്ന മറുപടി ഇവര് സ്വീകരിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നു. അബൂ ഇദ്രീസ് പറയുന്നു, ഫസഅൽതു അൻഹു, ആ മനുഷ്യനാരാണെന്ന് ഞാൻ ആളുകളോട് ചോദിച്ചു. ഫഖീല, പറയപ്പെട്ടു, എനിക്ക് മറുപടി കിട്ടി, ഹാദാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഇത് മുആദ് ഇബ്നു ജബലാണ് എന്ന് ആളുകൾ എന്നോട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു മുആദ് എന്ന് പറഞ്ഞ ആ മുആദാണ് പിൽക്കാലത്ത് ഡമസ്കസിൽ ഇസ്ലാമിക കാര്യങ്ങളൊക്കെ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സമീപത്തേക്കാണ്, ആ പള്ളിയിലേക്കാണ് അബൂ ഇദ്രീസുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി എത്തിയതും ആളുകളിൽ നിന്ന് മനസ്സിലാക്കി ഇത് മുആദാണെന്ന്. താബിഈയായ അബൂ ഇദ്രീസിന് സന്തോഷമായി, സ്വഹാബിയായ മുആദിനെ കണ്ടല്ലോ, അതുകൊണ്ട് എനിക്കും അതുപോലെ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. പിറ്റേന്ന് നേരം വെളുത്തപ്പോ ഞാൻ നേരത്തെ പള്ളിയിൽ പോയി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എന്നേക്കാൾ നേരത്തെ മുആദ് പള്ളിയിലുണ്ടായിരുന്നു. വവജത്തുഹു യുസല്ലി, പള്ളിയിൽ കയറിയപ്പോ മുആദ് നമസ്കരിക്കുന്നതായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഫന്തളർതുഹു ഹത്താ ഖളാ സ്വലാത്തഹു, അദ്ദേഹത്തിന്റെ നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ പിന്നിൽ കാത്തിരുന്നു.
അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി, അദ്ദേഹത്തോട് സലാം പറഞ്ഞു. സുമ്മ ഖുൽതു, എന്നിട്ട് ഞാൻ സ്വഹാബിയായ മുആദിനോട് പറഞ്ഞു, മുആദേ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നി ലഉഹിബ്ബുക ലില്ലാഹ്, മുആദേ ഞാൻ താങ്കളെ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു. മുആദേ അല്ലാഹുവിന് വേണ്ടി ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് മുആദേ താങ്കളെ. ആ സ്നേഹം അറിയിക്കുകയാണ്. മുആദ് സന്തോഷത്തോടു കൂടി ചോദിക്കുന്നു, ഫഖാല അല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ അല്ലാഹുവിന്റെ പേരിൽ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, മുആദേ അതെ, അല്ലാഹ് തന്നെയാണ് സത്യം, ഞാൻ സ്നേഹിക്കുന്നു. പിന്നെയും മുആദ് ചോദിക്കുന്നു, അല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹുവിന്റെ പേരിലാണോ സ്നേഹിക്കുന്നത്? പിന്നെയും പറഞ്ഞു, മുആദേ അല്ലാഹുവിന്റെ പേരിലാണ്. പിന്നെയും ചോദിക്കുന്നു, അബൂ ഇദ്രീസ്, അല്ലാഹുവിന്റെ പേരിലാണോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്, അതല്ല ഭൗതിക വിഷയത്തിലാണോ? അദ്ദേഹം വീണ്ടും പറഞ്ഞു, മുആദേ അല്ലാഹുവിന്റെ പേരിലാ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നത്. ഫഅഖദനി ബിഹബ്വത്തി റദാഇ ഫജബദനി ഇലൈഹി, അല്ലാഹുവിന്റെ പേരിലാണ് താങ്കളെ സ്നേഹിക്കുന്നത് എന്ന് മുആദ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോ എന്റെ തട്ടത്തിൽ പിടിച്ച് എന്നെ അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട് സന്തോഷത്തോടു കൂടി മുആദ് പറയുന്നു, അബ്ശിർ അബൂ ഇദ്രീസ്, സന്തോഷിക്കുക. ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ത്? വജബത്ത് മഹബ്ബത്തി ലിൽ മുതഹാബ്ബീന ഫിയ വൽ മുതജാലിസീന ഫിയ വൽ മുതസാവിരീന ഫിയ വൽ മുതബാദിലീന ഫിയ. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, എന്റെ സ്നേഹം ഉറപ്പായും കിട്ടും അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർ, അല്ലാഹുവിന് വേണ്ടി ഇരുന്നവർ, അല്ലാഹുവിന് വേണ്ടി സന്ദർശിക്കുന്നവർ, അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചവർ, ഈ ആളുകൾക്കൊക്കെ അള്ളാന്റെ സ്നേഹമാണ് ലഭിക്കുന്നത്, ദുനിയാവിലെ ഒരു സമ്മാനവുമല്ല. നോക്കൂ നിങ്ങൾ, എന്നെ സ്നേഹിക്കുന്നത്, നമ്മളെ സ്നേഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളയാണ്. ഈ മസ്ജിദിലെ, ഈ മസ്ജിദ് ഈസയിൽ നമ്മൾ ഇരിക്കുന്നത് അള്ളാന്റെ പേരിലാണോ പ്രിയപ്പെട്ടവരെ? അല്ലാഹു തആല മലക്കുകളോട് അഭിമാനത്തോടു കൂടി പറയുന്നു, ഇതാ ഒരു ഖൗമ്, ഒരു ജനത എനിക്ക് വേണ്ടി ഇരിക്കുന്നു, അതുകൊണ്ട് അവർ പള്ളിയിലാണ് ഇരിക്കുന്നത്, അള്ളാഹിന്റെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, ദീനാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലക്കുകൾ കാരുണ്യം കൊണ്ട് പൊതിയുകയാണ്, പടച്ചറപ്പിന്റെ റഹ്മത്ത് ചൊരിയപ്പെടുകയാണ്, തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് പറയുന്നു, ഈ ആളുകൾക്ക് എന്റെ സ്നേഹം ഉറപ്പാണ് എന്ന്. അല്ലാഹു തആല ആ സ്നേഹം ലഭിക്കുന്നവരിൽ പാവപ്പെട്ട നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അബൂ ഇദ്രീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഡമസ്കസിലെ പള്ളിയിൽ വെച്ച് ആ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അത് അറിയിക്കാൻ വേണ്ടിയിട്ട് നേരം വെളുത്തപ്പോ നേരത്തെ പള്ളിയിലേക്ക് പോവുകയാണ്. എന്തറിയിക്കാൻ? ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് മാത്രം. ഇതിനു വേണ്ടിയാണ് നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോയത്. നമുക്കറിയാമല്ലോ, പലതവണ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഒരു ഹദീസുണ്ട്. ഒരു സന്ദർശനം പോലും, ഒരു ഫ്ലാറ്റിൽ നിന്ന് മറ്റൊരു ഫ്ലാറ്റിലേക്ക് ഒരു കാലെടുത്ത് വെച്ചാൽ പോലും തൊട്ടപ്പുറത്തെ റൂമിലാണെങ്കിലും ഇസ്ലാമിന്റെ പേരിലാണോ സന്ദർശിക്കുന്നത്? എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? മൻ സാറ അഖല്ലഹു ലില്ലാഹ്, അല്ലേ? ഒരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ ഒരാളെ സന്ദർശിക്കാൻ പോയാൽ എന്തിനു വേണ്ടി? ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സന്ദർശിച്ചാൽ നാദാഹു മുനാദിൻ, വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയും, അൻതിബ്ത വതാബ മംശാക, നിന്റെ നടത്തം നന്നായിരിക്കുന്നു, നീയും നന്നായിരിക്കുന്നു. എന്നിട്ടോ വതബവഅത മിനൽ ജന്നതി മൻസില, സ്വർഗ്ഗത്തിൽ നിന്റെ ഇരിപ്പിടമിത നിനക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നു. ഒരാളെ സന്ദർശിച്ചാൽ പകരം സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, കിലോമീറ്ററുകൾ താണ്ടിയിട്ട് നമ്മൾ ആളുകളെ കാണാൻ പോകുന്നു. എത്രയോ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുന്നു. എവിടെയെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം ഉറപ്പിക്കാൻ വേണ്ടി ഈ ഒരു നിയ്യത്തിൽ ഒരു ഫ്ലാറ്റിൽ നിന്ന് മറ്റൊരു ഫ്ലാറ്റിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ? കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് പ്രവാസികളെ എത്ര പേരെ സന്ദർശിക്കുന്നു, എത്ര പേരെ ക്ഷണിക്കുന്നു, എത്ര സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നു, എത്ര ആളുകളോട് പരസ്പരമുള്ള ബന്ധം നിലനിർത്തുന്നു. എങ്കിൽ ആരൊക്കെയായിട്ട് അല്ലാഹുവിന് വേണ്ടി നമ്മൾ സന്ദർശിക്കുന്നു, അല്ലേ? പലതും കാണിക്കാൻ വേണ്ടിയാണ്,
പലതും കേൾപ്പിക്കാൻ വേണ്ടിയാണ്, പലതും അറിയിക്കാൻ വേണ്ടിയാണ്. ഇതല്ല പ്രിയപ്പെട്ടവരെ, ചില്ലറ നാണയത്തൊട്ടില്ലാത്ത ഒരു മനുഷ്യന് പോലും പടച്ചറപ്പിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ കഴിയും. എങ്ങനെ? ഒരു നല്ലൊരു മനുഷ്യനെ സന്ദർശിച്ചാൽ. അല്ലേ? അതൊരു പള്ളിയിലെ ഇമാമാകാം, ഖതീബാകാം, പണ്ഡിതനാകാം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാകാം. അവന്റെ സമീപത്ത് പോയിരിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, എനിക്കെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അയാളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിഹാരമൊന്നും പറഞ്ഞില്ലെങ്കിലും ഇസ്ലാമിക ഉപദേശങ്ങൾ കേൾപ്പിക്കുമ്പോൾ, തവക്കുലിനെ കുറിച്ച് പറയുമ്പോൾ, സ്വബറിനെ കുറിച്ചും ക്ഷമയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും മാപ്പിനെക്കുറിച്ചും പുറത്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളെ കുറിച്ചും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സമാധാനമാണ് എന്ന് ആളുകൾ പറയാറില്ലേ? അത്തരം വ്യക്തികളെ, അത്തരം സ്ഥാപനങ്ങളിൽ, അത്തരം സെന്ററുകളിൽ ആ സന്ദർശനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അല്ലാഹ് പറയുമത്രേ, വതബവഅത മിനൽ ജന്നത്തി മൻസില, ഇതാ നിന്റെ സ്വർഗ്ഗത്തിലെ ഇരിപ്പിടം തയ്യാറായിരിക്കുന്നു എന്ന്. ഒരുപാട് നമസ്കാരം കൊണ്ടല്ല, ഒരുപാട് നോമ്പ് കൊണ്ടല്ല, ഒരുപാട് അധ്വാനം കൊണ്ടല്ല, ഒരാളെ സന്ദർശിക്കുന്നതിലൂടെ. ആ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് കാണാം, മൻ ആദ മരീള, ഈ ഉദ്ദേശത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചാൽ പോലും സ്വർഗത്തിൽ ഒരു ഇരിപ്പിടമാണ് അള്ളാഹ് തയ്യാറാക്കി വെക്കുന്നത്. അല്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, നമ്മുടെ വിശ്വാസത്തിന് ഏറെ ഫലം നൽകുന്ന ചില ഹദീസുകളിലൂടെയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ സ്നേഹിക്കണം നമ്മൾ, സന്ദർശിക്കണം നമ്മൾ, സ്നേഹം അറിയിക്കണം നമ്മൾ, അറിയിക്കുന്നവർക്കുള്ള ആ നിരക്കുള്ള മറുപടിയും കൊടുക്കണം നമ്മൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ അള്ളാഹുവിന്റെ പരലോകത്ത് എനിക്ക് ഉപകാരമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം നാം സ്നേഹിക്കേണ്ടത്, അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം നാം പിണങ്ങേണ്ടതും പിരിയേണ്ടതും. അതല്ലാതെ ദുനിയാവിന്റെ ഒരു വിഷയത്തിലും നമ്മൾ ഒരാളെയും സ്നേഹിക്കരുത്. അവന്റെ പണം കണ്ടിട്ടെന്താ? അത് നിലനിൽക്കില്ല. അധികാരം കണ്ടിട്ടെന്താ? അവൻ മരിച്ചാൽ അത് കഴിഞ്ഞു. അവന്റെ മരണമാകട്ടെ, നീ വിചാരിച്ച കാര്യം നിനക്ക് ശരിപ്പെടുത്തുന്നതിന് മുമ്പൊരു പക്ഷേ ആ മരണം സംഭവിക്കാം. എന്തും സംഭവിക്കാം പ്രിയപ്പെട്ടവരെ. അല്ലെ? രാവിലെ കണ്ടവരെ വൈകുന്നേരം ആ വ്യക്തിക്ക് വേണ്ടി, ജനാസയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്ന ഒരവസ്ഥ ഒരു പക്ഷേ അള്ളാഹ് നമ്മൾക്കുണ്ടാക്കും. ഒരു പക്ഷെ നമ്മളായിരിക്കും മരിക്കുന്നത്. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടിയിട്ട് ഒരാളുടെയും പിന്നാലെ നമ്മൾ പോകല്ലേ. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ കഴിയണം. പക്ഷേ പിശാച് വെറുതെ ഇരിക്കില്ലല്ലോ, ശൈത്താൻ വെറുതെ ഇരിക്കില്ലല്ലോ. ഏറെ സ്നേഹിക്കുന്നത് കൊണ്ട് വിശ്വാസം നന്നാകും. ആ വിശ്വാസത്തിലൂടെ സ്വർഗം ലഭിക്കും. ഈ സ്വർഗപ്രവേശനത്തിന് തടസ്സമായിട്ടാണ് ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്റെ നിസ്കാരം പാഴാക്കാൻ, മനുഷ്യന്റെ ഇബാദത്തുകൾ പാഴാക്കാൻ, ചെയ്ത അമലുകൾ മുഴുവനും മറ്റുള്ളവർക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ, അവന്റെ രക്തം സഞ്ചരിക്കുന്ന ധമനികളിലൂടെ എല്ലാം ശൈത്താനും സഞ്ചരിക്കുന്നത്. ഈ വിഷയത്തിലും ശൈത്താൻ ഇടപഴകുന്നു. സ്നേഹം, ആ സ്നേഹത്തിലൂടെ സ്വർഗം ലഭിക്കുന്ന ഒരു മനുഷ്യന്റെ സമീപത്തേക്കതാ പല അബദ്ധങ്ങളും, പല ധാരണകളും, പല ഊഹങ്ങളും നടന്നു വന്നുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകൾ തമ്മിൽ അകന്നു പോകുന്ന കാഴ്ചകൾ ഉണ്ടാകുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനെ വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, മാതാപിതാക്കൾ മക്കളെ, മക്കൾ മാതാപിതാക്കളെ, കുടുംബക്കാരും സ്നേഹിതന്മാരും ഒന്നിച്ച് ജീവിക്കുന്നവരും ഒരു റൂമിൽ താമസിക്കുന്നവരും പ്രിയപ്പെട്ടവരെ ഈ കാരണത്താൽ അബദ്ധങ്ങളിലേക്ക് എത്തിപ്പോകുന്നു. അല്ലാഹ് പറയുന്നു, വിശ്വാസികളെ നിങ്ങൾ ഇതിനെ ഏറെ ഗൗരവത്തോടു കൂടി കാണണം. എന്ത് കാണണം? യാ അയ്യുഹല്ലദീന ആമനു ജുതനിബു കസീറൻ മിനൽ വന്നി, ഊഹത്തിൽ നിന്ന് നിങ്ങൾ മിക്കതിനെയും ഒഴിവാക്കണേ. നിങ്ങൾ ഒരു മുസ്ലിമിനെ കുറിച്ചും നിങ്ങൾ ഊഹിക്കാൻ പാടില്ല, അത് ഒഴിവാക്കണം. എന്തുകൊണ്ട്? ഇന്ന ബഅദൽ വന്നി ഇസ്മുൻ, ഊഹത്തിൽ ചിലത് അത് തെറ്റാണ്. ചില കാര്യങ്ങൾ സത്യമായിരിക്കാം, എന്നാലും ലോകത്തിന്റെ ഒരു മൂലയിൽ താമസിക്കുന്ന ഒരു മുസൽമാനെ കുറിച്ചും ഊഹങ്ങൾ വെച്ചത് പ്രിയപ്പെട്ടവരെ നാം നടക്കാൻ പാടില്ല. ഇയ്യാകും വന്ന, ഊഹത്തെ ഒഴിവാക്കണേ, ഊഹത്തെ വെടിയണേ നിങ്ങൾ. ഫഇന്നൽ വന്ന അക്ദബുൽ ഹദീസ്, സംസാരത്തിലെ ഏറ്റവും കളവ് നിറഞ്ഞ കാര്യമാണ് ഊഹമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്തുകൊണ്ട്? സ്നേഹബന്ധമാണ് മുറിയുന്നത്,
സ്നേഹബന്ധം മുറിയുന്നതിലൂടെ വിശ്വാസത്തിലാണ് ദൗർബല്യം സംഭവിക്കുന്നത്. ആ ദൗർബല്യത്തിലൂടെ നമ്മുടെ സ്വർഗമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഒരാളെക്കുറിച്ച് മോഹിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ ഈ ഊഹത്തിന് ഈ കാരണമായി തീരുന്ന കാരണങ്ങളിൽ നിന്ന് വിശ്വാസികളെ നിങ്ങൾ മാറി നിൽക്കണമെന്ന് ആളുകളോടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഒരാളെക്കുറിച്ച് മോഹിക്കരുത്, ഒരാളും ഇങ്ങനെയാണ് എന്ന് മനസ്സിൽ ധാരണ വെച്ച് പുലർത്തരുത്. അത് തെറ്റാണ്, അള്ളാഹുവിന്റെ ഭാഗത്ത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. ആ ഊഹത്തിലൂടെ ഒരിക്കലും പ്രിയപ്പെട്ടവരെ ഒന്നും ശരിയായി നടപ്പാക്കില്ല. അതുകൊണ്ട് ഊഹങ്ങൾ വെടിയണം, തുറന്ന മനസ്സുണ്ടാകണം. എന്നാൽ ഊഹത്തിലേക്ക് എത്തിക്കുന്ന കാരണങ്ങളിൽ നിന്ന് ആളുകളും വിട്ടുനിൽക്കണം. എത്ര സൂക്ഷിച്ചു അല്ലാഹുവിന്റെ റസൂലല്ലേ. മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇഅ്തികാഫിരിക്കുന്നു. ഭർത്താവാണ്. നേരം മഗ്രിബിന്റെ സമയമാണ്. മഗ്രിബിന്റെ നേരത്ത് പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് നിന്ന് ആ മഗ്രിബിന്റെ നേരത്ത് സഫിയ റളിയല്ലാഹു അൻഹ മദീനത്തെ പള്ളിയിൽ നിന്ന് റൂമിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി ചിന്തിച്ചു, മഗ്രിബിന്റെ നേരമല്ലേ, ഇരുട്ടിന്റെ നേരമല്ലേ, ഒന്ന് സഫിയയെ പള്ളിയുടെ വാതിലിന്റെ സമീപത്ത് വരെ ഒന്ന് അനുഗമിക്കാമെന്ന് വിചാരിച്ചു. അവിടേക്കെത്തി. ആ നേരത്താണ് രണ്ട് അൻസാരികളായ സഹാബിമാര് ഒന്ന് പള്ളിയിലേക്ക് എത്തി നോക്കുന്നത്. എത്തി നോക്കിയപ്പോ അവർ റസൂലുള്ളാഹിയെ കണ്ടു. ഉടൻ തന്നെ ആ എത്തിനോട്ടം കഴിഞ്ഞ് വളരെ സ്പീഡിൽ അവരിങ്ങനെ വേഗതയിൽ പോകുകയാണ്. ഈ ഓട്ടം കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് എന്തോ പന്തികേട് തോന്നി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബിമാരെ, അലാ റിസ്ലികുമാ, പോകല്ലേ നിങ്ങൾ, ഒന്നിവിടെ നിൽക്കും, നിങ്ങൾ പോകല്ലേ, ശാന്തരായിക്കൊണ്ട് പോകല്ലേ, എനിക്ക് ചിലത് പറയാനുണ്ട്. എന്നിട്ട് പറയുന്നു, ഇന്നഹ സഫിയ ബിൻത് ഹുയൈ, ഇത് ഹുയൈന്റെ മകൾ സഫിയയാണ്, എന്റെ ഭാര്യയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ഒരു തെറ്റിദ്ധാരണയുടെ ഒരു ഊഹം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള പഴുത് അള്ളാഹുവിന്റെ റസൂൽ അടക്കുകയാണ്. പറയുന്നു, ഇതെന്റെ ഭാര്യ ഹുയൈന്റെ മകൾ സഫിയയാണ്. ആ നേരത്ത് ഈ സഹാബിമാര് പറയാണ്, ഫഖാല, രണ്ട് സഹാബികളും പറയുന്നു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചതിൽ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്താ പ്രിയപ്പെട്ട പ്രവാചകരെ ഞങ്ങളെ കൊണ്ട് വിചാരിച്ചത്? ഞങ്ങൾ താങ്കളെ ഒരു പെണ്ണിന്റെ കൂടെ കണ്ടെന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കുമോ? അന്യ പെണ്ണാണെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്ന് താങ്കൾ കരുതുമോ പ്രിയപ്പെട്ട പ്രവാചകരെ? സുബ്ഹാനല്ലാഹ്, അതുണ്ടാകരുതെന്ന് പറയുന്നു. ആ നേരത്ത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി, പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ ജീവിക്കുമ്പോ, കുടുംബത്തിൽ ജീവിക്കുമ്പോ, സ്നേഹബന്ധം നിലനിർത്തി ജീവിക്കുമ്പോ നമ്മൾക്കൊക്കെ അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളെ വിചാരിച്ചിട്ടല്ല, മറിച്ച് ഇന്ന ശൈത്വാന യജ്രി ഫിൽ ഇൻസാനി മജ്റദ്ദമി, മനുഷ്യന്റെ രക്തം സഞ്ചരിക്കുന്ന സിരകളിലൂടെ, ധമനികളിലൂടെ ഒക്കെ പിശാചും സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ഷൈആ, നിങ്ങളുടെ ഖൽബിൽ, ഹൃദയങ്ങളിൽ എന്തെങ്കിലും ഒരു കുറിക്കാൻ പറ്റുന്നതെങ്കിലും ശൈത്താൻ ഇട്ട് തന്നേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി പറയുന്നു. നോക്കൂ നിങ്ങൾ, രണ്ട് വശവും നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം. മരണം വരെ നമ്മൾക്ക് സ്നേഹബന്ധം നിലനിൽക്കണം. എന്തൊക്കെ ആവശ്യമാണതിന്? ഒന്ന്, ഒരാളെക്കുറിച്ച് നമ്മൾ ഊഹിക്കരുത്. രണ്ട്, ഊഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാരണങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാകരുത്. അത് നാം തിരുത്തി കൊടുക്കണം, വെളിവാക്കി കൊടുക്കണം, പരസ്യപ്പെടുത്തി കൊടുക്കണം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാകുമ്പോൾ ഒരാളെയും വെറുക്കില്ല, ആർക്കും ആരോടും വെറുപ്പുണ്ടാകില്ല, പകയുണ്ടാകില്ല. മറിച്ചോ ഈ സ്നേഹബന്ധത്തിലൂടെ, ഈ സംഭാഷണത്തിലൂടെ, ഈ ഇരുത്തത്തിലൂടെ, സന്ദർശനത്തിലൂടെ അള്ളാഹുവിന്റെ പരലോകത്ത് എന്റെ സ്നേഹം ലഭിച്ച, എന്റെ ഇഷ്ടം കരസ്ഥമാക്കി, അതുകൊണ്ട് തന്നെ എന്റെ അർശിന്റെ തണലും എന്റെ സ്നേഹവും അങ്ങനെ തന്നെ എന്റെ സ്വർഗവും, ഈ ആളുകൾക്ക് ഇരിപ്പിടം തയ്യാറാക്കി വെച്ച സ്വർഗവും ലഭിക്കുന്ന ആളുകളായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അതിൻ്റെതായ കാരണങ്ങൾ നമ്മളിലാണ് ഉണ്ടാകേണ്ടത്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വിഷയം. മൂന്നാമതോ, തുടക്കത്തിൽ പറഞ്ഞു, സ്നേഹം മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം, പിണക്കം മുഴുവനും അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. ഈ റബ്ബിന് വേണ്ടിയല്ലാതെ
ദുനിയാവിന്റെ ഒരു വിഷയത്തിലും പിണങ്ങാൻ നമ്മൾക്ക് അള്ളാഹ് അവസരം തന്നിട്ടില്ല. കല്യാണം പറയാത്തതിന്റെ പേരിൽ, കല്യാണം പറഞ്ഞത് മുറ്റത്ത് നിന്നായിപ്പോയതിന്റെ പേരിൽ, അത് ഫോണിലൂടെ ആയിപ്പോയതിന്റെ പേരിൽ, എന്നെ പരിഗണിക്കാത്തതിന്റെ പേരിൽ, എൻ്റെ ഭാര്യ വീട്ടിൽ പറയാത്തതിന്റെ പേരിൽ, എൻ്റെ മകളെ കെട്ടിച്ച വീട്ടിൽ പറയാത്തതിന്റെ പേരിൽ അല്ലേ നാട്ടിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ മിണ്ടുന്നില്ല, ബാപ്പയും മക്കളും മിണ്ടുന്നില്ല. എല്ലാം സ്വത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ദുനിയാവിന്റെ താല്പര്യത്തിന് വേണ്ടിയുമാണ് ആളുകൾ പിണങ്ങുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ റസൂലുള്ളാഹി പറയുന്നു, ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക സലാസ് ലയാൽ. ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തിനപ്പുറം പിണങ്ങി നിൽക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നില്ല, അനുവദിക്കുന്നില്ല. അള്ളാഹു തആല മാക്സിമം പോയാൽ ഒരു 3 ദിവസം. മനുഷ്യരല്ലേ, തമ്മിൽ തെറ്റിപ്പോകാം, പിണങ്ങിപ്പോകാം, മിണ്ടാതിരുന്നു പോകാം. 1-ാം ദിവസമൊക്കെ 2-ാം ദിവസവുമൊക്കെ. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണെങ്കിലും 3-ാമത്തെ ദിവസത്തോടുകൂടി അവനോട് പോയി സലാം പറയണം. ഇനി ഇവനോ ഇവൻ ഇവരെ കാണുമ്പോൾ മുഖം ധരിക്കുന്നു, അവൻ ഇവരെ കാണുമ്പോൾ മുഖം ധരിക്കുന്നു. അവനും അവളും, അവളും അവളും, ഇവനും അവരും തമ്മിൽ ഇതുവരെ പരിചയം പോലും ഇല്ലാത്തവരെ പോലെ, ഒരേ റൂമിൽ കഴിഞ്ഞവർ, ഒരേ വീട്ടിൽ കഴിഞ്ഞവർ, ഒരേ കുടുംബത്തിലുള്ളവർ. പ്രിയപ്പെട്ടവരെ, പിന്നെ പരസ്പരം മുഖം തിരിച്ചുകൊണ്ട് ജീവിക്കുന്നു. എത്ര സദസ്സുകളിൽ പങ്കെടുക്കുന്നു, എത്ര ജനാസയ്ക്ക് വേണ്ടി ഇവർ ഒരേ പള്ളിയിൽ ഒരുമിക്കുന്നു. ആ മയ്യത്തിനെ കണ്ടിട്ട് പോലും പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യർ തമ്മിൽ മിണ്ടുന്നില്ലല്ലോ. പരസ്പരം മിണ്ടാതെ ആ മനുഷ്യന്റെ ജനാസയ്ക്ക് വേണ്ടി നമസ്കരിച്ച് അവനെ കബറടക്കുന്ന രംഗം പോലും കണ്ടിട്ടും മിണ്ടാതെയാണ് തിരിച്ചു പോകുന്നത്. അവസാനം അവനൊന്ന് മരിച്ചുപോയാൽ ആ സമയത്ത് വിലപിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആർക്ക് വേണ്ടിയാ പ്രിയപ്പെട്ടവരെ ഈ മിണ്ടാതെ പകയും മനസ്സിൽ വെച്ച് നാം നടക്കുന്നത്? എന്തെങ്കിലും ലഭിക്കുമോ? ഖൈർ ലഭിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം. സലാം കൊണ്ട് ആരംഭിക്കുന്നവനാണ് ആ 2 പേരിൽ ഏറ്റവും ഖൈറായ മനുഷ്യൻ. അല്ലേ? വല്ലാത്ത സഹനം വേണം അതിന്, വല്ലാത്ത വിനയം വേണം അതിന്. കാരണം ശൈത്താൻ ഇടപെടും. നീ മിണ്ടണ്ട, അവന്റെ അടുത്തല്ലേ തെറ്റ്, അവൻ ഇങ്ങോട്ട് വരട്ടെ. അല്ലേ? മധ്യസ്ഥന്മാര് വരുന്നു, 2 പേരും തയ്യാറാകുന്നു നന്നാകാൻ. അങ്ങനെ ഒരു വീട്ടിലെത്തി, ഒരു റൂമിലെത്തി, മധ്യസ്ഥന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് പിശാച് പറയാണ്, നീ ഇവിടേക്ക് വന്നാ മതി, സലാം കൊണ്ട് തുടങ്ങണ്ട, സലാം ആരംഭിക്കട്ട. അവൻ പറഞ്ഞാൽ മടക്കിയാൽ മതി. അങ്ങനെ എത്ര പ്രിയപ്പെട്ടവരെ നന്നാകാൻ വന്നിടത്ത് നിന്ന് പിരിഞ്ഞുപോയ ആളുകളുണ്ട്. എന്താ റസൂലുള്ളാഹി പറയുന്നത്? വഖൈറുഹുമല്ലദീ യബ്ദഉ ബിസ്സലാം. സലാം കൊണ്ട് ആരംഭിക്കുന്നവനാ അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഖൈറായ മനുഷ്യൻ. ഇത് വേണ്ടേ പ്രിയപ്പെട്ടവരെ? നമ്മൾക്ക് ഒരു സലാം പറഞ്ഞാൽ, ഒന്ന് നന്നായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നാം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നേരത്ത് ചിലർക്ക് പറയാറില്ലേ, ഞാൻ സലാം പറഞ്ഞു, ഞാൻ അവന്റെ വീട്ടിൽ പോയി ഫോണിലൂടെ സലാം പറഞ്ഞു നാട്ടിലുള്ള എൻ്റെ സ്നേഹിതനോട്, പക്ഷെ അവൻ സലാം മടക്കുന്നില്ല. എങ്കിലോ നമ്മൾക്ക് പ്രശ്നമില്ല. സലാം പറഞ്ഞ് നന്നായാൽ, 2 പേരും പറയുകയും മടക്കുകയും ചെയ്താൽ 2 പേരും തെറ്റിൽ നിന്ന് ഒഴിവായി. ഇനിയോ നാം സലാം പറഞ്ഞാൽ അവൻ മടക്കിയില്ലെങ്കിൽ പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന്, തെറ്റിൽ നിന്ന് നമ്മൾ ഒഴിവായി കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, 3 ദിവസത്തിലപ്പുറം നമ്മൾക്ക് പിണങ്ങി നിൽക്കാൻ, മിണ്ടാതിരിക്കാൻ അല്ലാഹു തആല അനുവാദം നൽകുന്നില്ല. ദീനിന്റെ പേരിലല്ലാതെ, ആദർശത്തിന്റെ പേരിലല്ലാതെ, സ്ത്രീധനം വാങ്ങാത്തതിന്റെ പേരിലാണ് ബാപ്പ മിണ്ടാത്തതെങ്കിൽ ഓക്കെ, മിണ്ടേണ്ടതില്ല. ബാപ്പയോട് നന്മ ചെയ്യണം, ഉമ്മയോട് നന്മ ചെയ്യണം. ഇങ്ങോട്ടവർ എത്ര മിണ്ടുന്നില്ലെങ്കിലും, നീ എന്നോട് മിണ്ടണ്ടെന്ന് മകനോട് പറഞ്ഞെങ്കിലും മിണ്ടാൻ നോക്കുക. മിണ്ടുന്നില്ലേ, നമ്മൾക്ക് കുറ്റമില്ല. ജാറം മൂടാത്തതിന്റെ പേരിൽ, ഖബറിങ്കൽ പോകാത്തതിന്റെ പേരിൽ, ഹറാമ് ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെടാം, പിണങ്ങാം. ആ ഇണക്കത്തിനും കൂലിയുണ്ട്, പിണക്കത്തിനും കൂലിയുണ്ട്, അള്ളാന്റെ തണലുണ്ട്. പക്ഷേ ദുനിയാവിന്റെ വിഷയത്തിൽ, കച്ചവടത്തിന്റെ പേരിലാകട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യത്തിന്റെ പേരിലാകട്ടെ, പ്രിയപ്പെട്ടവരെ പരസ്പരം പിണങ്ങാൻ പാടില്ല, പരസ്പരം മിണ്ടാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ,
സ്നേഹമാണ് നമ്മൾക്ക് വലുത്. എന്തിന്? നമ്മുടെ സ്വർഗം ലഭിക്കാൻ. അതുകൊണ്ടാണല്ലോ സാമൂഹികമായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അലാ ഉഖ്ബിറുകും മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, നോമ്പിനേക്കാൾ, നമസ്കാരത്തേക്കാൾ, സ്വദഖയേക്കാൾ ഏറ്റവും ഖൈറായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കട്ടെയോ? ഖാലു ബലാ യാ റസൂലല്ലാഹ്. സഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ ഞങ്ങൾക്ക് നിങ്ങൾ അറിയിച്ചു തന്നാലും. അവിടുന്ന് പറഞ്ഞു, ഇസ്ലാഹു ദാത്തുൽ ബൈൻ, തെറ്റി നിൽക്കുന്ന ആളുകൾ, അവർക്കിടയിലേക്ക് കടന്നു ചെന്ന് യോജിപ്പുണ്ടാക്കുന്ന വ്യക്തികൾക്കാണ് നോമ്പിനേക്കാളും നിസ്കാരത്തെക്കാളും അതേപോലെ സ്വദഖയേക്കാളും അല്ലാഹു കൂലി കൊടുക്കുന്നത്. വഫസാദു ദാത്തുൽ ബൈൻ, ആളുകൾക്കിടയിൽ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അൽ ഹാലിഖ, അത് വടിച്ചു കളയുന്നതാണ്. ലാ അഖൂലു അൽ ഹാലിഖത്തുൽ ലത്തി തഹ്ലികു ശഅർ, മുടിവടിക്കലാണ് എന്ന് അതല്ല ഞാൻ പറയുന്നത്. വലാകിൻ തഹ്ലിഖുദ്ദീൻ, നിങ്ങളുടെ ദീനാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതിലൂടെ പൊളിഞ്ഞു പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ കുഴപ്പമുണ്ടാക്കാനല്ല, ഖൈറുണ്ടാക്കാൻ, തെറ്റി നിൽക്കുന്നവരെ നന്നാക്കാൻ, സ്നേഹിക്കുന്നവരെ തെറ്റിക്കാൻ, അതിലല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഇടപെടേണ്ടത്. അല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി നിൽക്കുമ്പോൾ ഭാര്യയെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നാട്ടുകാർ ചെയ്യുന്ന രണ്ടാമത്തെ സേവനം, അവന് വിട്ടുകൊടുക്കാൻ പാടില്ല, ഇവൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല, പാഠം പഠിക്കണം, അവൾ അവിടെ തന്നെ നിൽക്കട്ടെ, ഇവൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. അല്ലേ? ചെറിയ വിഷയത്തിലാ അതിങ്ങനെ അകന്നകന്നു പോയി അവസാനം ത്വലാഖിലേക്ക് എത്തുന്നു. പക്ഷേ ഭാര്യയ്ക്ക് വേണം, ഭർത്താവിനും വേണം, കുടുംബക്കാരും നാട്ടുകാരും തമ്മിൽ പിരിച്ചു കളയുന്നു. ബാപ്പയെയും മക്കളെയും ഇതേപോലെ പിരിക്കുന്ന ആളുകൾ, കുടുംബക്കാരെ പിരിക്കുന്ന ആളുകൾ, അയൽവാസികളെ പിരിക്കുന്ന ആളുകൾ. അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അതിലല്ല നമ്മൾ സേവനം ചെയ്യേണ്ടത്. മറിച്ചോ, ലൈസൽ കദ്ദാബുല്ലദീ യുസ്ലിഹു ബൈനന്നാസി ഫയൻമി ഖൈറൻ ഫയഖൂലു ഖൈറാ. നമീമത്ത് കളവ് പറയുന്നവനല്ല, ആളുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ഒരൽപ്പം കളവ് കൂട്ടിച്ചേർത്ത് ആളുകളെ നന്നാക്കാൻ വേണ്ടി കളവ് പറയുന്നവൻ കള്ളനല്ല. ആ കളവിന് അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റമില്ല. ഏതുപോലെ രണ്ടാളുകൾ തമ്മിൽ തെറ്റി നിൽക്കുന്നു, നാം ഇടപെടുന്നു, നാം ഇവനോട് പറയുന്നു, നിന്റെ എതിർകക്ഷിയോട് ഞാൻ പോയി സംസാരിച്ചു, അവനെല്ലാം പുറത്തു, നീ പറഞ്ഞ ഒന്നും അവന് പ്രശ്നമില്ല, അതേപോലെ നിന്നെക്കുറിച്ച് അവനോട് പറഞ്ഞു പോയത് അവനൊക്കെ എന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്, നിന്നോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടാകില്ല, അയാൾ പറയുന്നതായിരിക്കും, അയാൾക്കൊന്നും ഞാൻ പുറത്തു കൊടുക്കില്ല, ഇതായിരിക്കും പറയാം. ഇവനോട് ഇതേപോലെ പറയുന്നു, അവനോടും തിരിച്ചു പറയുന്നു. സഹോദര, നീ എന്തുകൊണ്ട് അയാളോട് പിണങ്ങി നിൽക്കുന്നു? അയാളോട് സംസാരിച്ചു നോക്കുമ്പോൾ അന്നത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് അയാൾ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് രണ്ടുപേരും പറഞ്ഞില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരൽപ്പം നല്ലത് ചേർത്ത് അത് ഇല്ലാത്തതാണെങ്കിലും രണ്ടാളുകളെ നന്നാക്കാനാണെങ്കിൽ ലൈസൽ കദ്ദാബ്, അവൻ കള്ളനല്ല, കളവ് പറയുന്നവനല്ല. പക്ഷെ ഇന്ന് ആളുകൾ എന്താ ചെയ്യുന്നത്? നന്നാക്കാനാണോ കളവ് പറയുന്നത്? അല്ല, നന്നായി കിടക്കുന്ന രണ്ടാളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അയാളുണ്ടല്ലോ, നിന്നെക്കുറിച്ച് ഇത് പറഞ്ഞു, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അയാൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു, അല്ലേ? ഇയാളോടോ നേരെ തിരിച്ചും പറയുന്നു. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അലാ ഉഖ്ബിറുക്കും ബിശിറാറിക്കും, ഈ ഭൂമിപ്പുറത്ത് വെച്ച് ഏറ്റവും വൃത്തികെട്ട ജന്തു ആരെന്നറിയുമോ സഹാബത്തെ? സഹാബത്ത് പറയുന്നു, പറഞ്ഞു തന്നാലും പ്രവാചകരെ. റസൂലുള്ളാഹി പറയാണ്, അൽ മന്നാൻ, അതല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആളുകൾ തമ്മിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ നേരത്ത് അൽ മശ്ശാഉന ബിൻ നമീമ, നമീമത്തുമായിട്ട് നടക്കുന്ന ആളുകൾ. എന്താ നമീമത്ത്? ഗീബത്ത്, നമീമത്ത് ഇസ്ലാമിന്റെ രണ്ട് സാങ്കേതിക പ്രയോഗങ്ങളാണ്. നമീമത്ത് എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന രണ്ടാളുകളുടെ സമീപത്ത് പോയിട്ട് അവിടെ പോയിട്ട് രണ്ട് ഭാഗത്തും പോയി തീ കൊളുത്തിയിട്ട് അവരെ തമ്മിൽ തെറ്റുന്നത് കാണുമ്പോൾ വല്ലാതെ ചിരിക്കുന്ന ആളുകളുണ്ട്. അതാണ് നമീമത്തിന്റെ പണി, ഏഷണിയുടെ പണി, അല്ലേ? സ്നേഹിക്കുന്ന രണ്ടാളുകളെ തമ്മിൽ തെറ്റിക്കുക, തെറ്റി നിൽക്കുന്ന രണ്ടാളുകളെ തമ്മിൽ സ്നേഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പോയി നല്ലത് പറയുന്നത് ആ നമീമത്ത് കൂലിയുള്ള നമീമത്താണ്. നേരെ മറിച്ചോ, സ്നേഹിക്കുന്ന ഇണങ്ങി നിൽക്കുന്ന കുടുംബത്തെയും അയൽവാസികളെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെ തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്ന ഈ ആളുകൾ
അവരാണ് ഭൂമി ലോകത്തെ ഏറ്റവും വലിയ നികൃഷ്ടരായ ജന്തുക്കൾ. വൽ മുതഫർരിഖൂന ബൈനൽ അഹിബ്ബ, സ്നേഹിതന്മാരെ തമ്മിൽ പിരിക്കുക. അതേപോലെ വൽ ബാഊനൽ ബുറാഅൻ അനത, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളെ ക്രൂശിക്കുക. ഈ 3 തെറ്റും പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുക. ഖബറിൽ അദാബുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് എന്താ? എനിക്ക് നോമ്പിനേക്കാളും നിസ്കാരത്തെക്കാളും സ്വതക്കയേക്കാളും കൂലി കിട്ടണമെങ്കിൽ ഞാൻ എല്ലാവരിലും ഇടപഴകുമ്പോൾ എല്ലാവരെയും തമ്മിൽ ഒന്നിപ്പിക്കാനും സ്നേഹിപ്പിക്കാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പെടുത്താലും എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും രാത്രി നേരത്ത് തുഫത്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്, എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. ഷിർക്ക് ചെയ്യാത്ത എല്ലാവർക്കും ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ, എല്ലാ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ലാ യുശ്രികു ബില്ലാഹി ഷൈആ, അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത എല്ലാവർക്കും അല്ലാഹു തആല അന്ന് പുറത്തു കൊടുക്കുകയാണ്, തിങ്കളാഴ്ച രാത്രിയും വ്യാഴാഴ്ച രാത്രിയും. ഇല്ലാ റജുലൻ, എന്നാൽ ഷിർക്കൊന്നും ചെയ്യാത്ത തെറ്റൊന്നും ചെയ്യാത്ത ചില ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല. ആരാണവർ? അവർ അല്ലാഹുവിൻ്റെ റസൂലാണ് വിശദീകരിക്കുന്നത്, അവർ പരസ്പരം മിണ്ടാത്ത ആളുകളാണ്, പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്. ഇല്ലാ റജുലൻ കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ഷഹ്ന, അവനും തൻ്റെ സഹോദരനും തമ്മിൽ പക നിലനിൽക്കുന്നു, ദേഷ്യം നിലനിൽക്കുന്നു. തമ്മിൽ കണ്ടാൽ മിണ്ടാത്തവരാണവർ, സ്നേഹിക്കാത്തവരാണവർ. അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നില്ല. അല്ലാഹ് മലക്കുകളോട് പറയും, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ, അൻദിറു ഹാദൈനി ഹത്താ യസ്തലിഹ. മലക്കുകളെ അവർക്ക് പുറത്തു കൊടുക്കണ്ട, കർമ്മങ്ങൾ ഉയർത്തി കൊണ്ടുവരേണ്ടതില്ല. മറിച്ച് എന്ത് ചെയ്യണം? അവർ നന്നാകുമോ 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 എന്ന് നമ്മൾക്കൊന്ന് നോക്കാം, അതുവരെ കാത്തിരിക്കണമെന്ന് പടച്ചറബിൻ്റെ മലക്കിനോട് അല്ലാഹു തആല പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെ ഗൗരവത്തോടുകൂടി നാം ഇത് മനസ്സിലാക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു സഹാബി എപ്പോഴും സദസ്സിലേക്ക് കയറി വരുമ്പോൾ ആ വ്യക്തി സ്വർഗക്കാരനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്, സ്വർഗക്കാരനാണ് കടന്നു വരുന്നത് എന്ന് പറയുന്നില്ലേ? എന്നിട്ട് മറ്റൊരു സഹാബി അദ്ദേഹത്തെ പിന്തുടർന്ന് വീട്ടിൽ പോയി 3 ദിവസം താമസിച്ചില്ലേ? എന്തുകൊണ്ട് നബി ഇങ്ങനെയൊക്കെ പറയുന്നു? അവസാനം ആ സഹാബിയോട് തന്നെ ചോദിച്ചു, താങ്കളെക്കുറിച്ച് എപ്പോഴും റസൂലുള്ളാഹി പറയുന്നു താങ്കൾ സ്വർഗക്കാരനാണ് എന്ന്, എന്നാൽ ഞങ്ങൾ ചെയ്യുന്ന നിസ്കാരത്തെക്കാളോ ഇബാദത്തുകളെക്കാളോ അധികമായിട്ട് എന്നും ചെയ്യുന്നത് എനിക്ക് താങ്കളിൽ നിന്ന് കാണാനും കഴിയുന്നില്ല, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ലോകത്തൊരു മുസ്ലിമിന് കിട്ടുന്ന നന്മയിലും എനിക്ക് അസൂയയില്ല, എനിക്ക് കുശുമ്പില്ല, തൃപ്തിയേ ഉള്ളൂ. ആർക്കെങ്കിലും ഖൈർ കിട്ടിയാൽ അൽഹംദുലില്ലാ, അവൻ രക്ഷപ്പെട്ടല്ലോ, ഇതാണ് എനിക്കുള്ള ചിന്ത. രണ്ടാമത്, എനിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാളോടും എനിക്ക് മനസ്സിൽ പകയില്ല, സ്നേഹമേ ഉള്ളൂ. ഇത് കാരണത്താൽ എനിക്ക് സ്വർഗമാണ് എന്നാണ് ആ വ്യക്തി, ആ സ്വഹാബിക്ക് സ്വർഗമാണ് എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഭൗതിക വിഷയത്തിലല്ല നാം സ്നേഹിക്കേണ്ടത്, ആദർശത്തിൻ്റെ വിഷയത്തിൽ, തൗഹീദിൻ്റെ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നാം സ്നേഹിക്കുക, അതിനുവേണ്ടി തമ്മിൽ തെറ്റുക, അതിനുവേണ്ടി തമ്മിൽ പിരിയുക. ദുനിയാവിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഇത് നമ്മളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. അതേപോലെ തന്നെ എപ്പോഴും പടച്ചറബിന് വേണ്ടി ഈ സന്ദർശനങ്ങൾ നമ്മൾ പതിവാക്കണം. വളരെ ഗൗരവത്തോടു കൂടിയ എൻ്റെ സ്നേഹിതന്മാരെ ഞാൻ ഉപദേശിക്കുന്നത്, നമ്മളൊക്കെ ആളുകളെ സന്ദർശിക്കുന്നു, പക്ഷെ ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം അള്ളാഹിൻ്റെ സ്വർഗം കിട്ടണം, കിട്ടും, അള്ളാഹ് തരും നമ്മൾക്ക്. അള്ളാഹ്ക്ക് വേണ്ടി സന്ദർശിച്ചാൽ ഇരുത്തം അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. അതേപോലെ സ്നേഹം അറിയിക്കണം നമ്മൾ. അതേപോലെ തന്നെ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ വിനയവും വിട്ടുവീഴ്ചയും ക്ഷമയും എല്ലാം നമ്മളിൽ ഉണ്ടാകണം. അർഹമുറാഹിമീനായ നാഥൻ ശുദ്ധ മനസ്സിൻ്റെ ഉടമകളായി അവനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മളിൽ സംഭവിച്ചു പോകുന്ന എല്ലാതരം തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ.
കടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ കൂടെ ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ഔലിയാക്കളോടൊപ്പം ചേർന്നിരിക്കാനുള്ള തൗഫീക്ക് നമ്മൾക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു തആല നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.